നമ്മളെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിറങ്ങി ഇത് പുതിയ ലുക്കിലാണ് ആളിന്ന്. വീട്ടിൽ വിളിക്കുമ്പോ അറിയാം. ഇത് ഹെയർ വാഷ് ചെയ്യുമ്പോ അറിയാം കൊറിയൻ സ്റ്റൈലൊക്കെ ഉള്ള സ്റ്റൈലാവും. ഒറ്റൊരു വാഷില് ഇന്ത്യൻ സ്റ്റൈലാവും, കേരള ലോക്കൽ സ്റ്റൈലാവും. നേരത്തെ നോർമൽ ഇപ്പൊ പേപ്പറായി കിട്ടാനില്ലെന്ന് തോന്നുന്നു. ഫ്രിഡ്ജ് വന്നു, അവര് കൊണ്ടുവന്ന് വെച്ചു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫ്രിഡ്ജ്. ഓ ആരാ ആരാ അത് ആരാ ആരാ അറി ഇന്ത്യക്ക് നമുക്ക് ലുക്കായല്ലോ. വേറെ ലുക്കായ എന്നാ പൊളി ലുക്കായല്ലോ. കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ആ നല്ല രസമുണ്ട്. ഷോർട്ട് ഹെയർ ആക്കിയപ്പം ഹാപ്പി. ഹെയർ വാഷ് കഴിയുമ്പോ എങ്ങനെയാവുന്ന ഒറിജിനൽ കേളി വാഷ് ചെയ്താ നല്ല ലുക്ക് കുറച്ച് ഡിഫറെന്റ് ആവും. ഇപ്പൊന്നല്ല, ഇടയ്ക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ വരേണ്ടി വരും. കൊള്ളാം അല്ലേ? ലെങ്ത് ഒക്കെ അല്ലേ? സെറ്റ് അല്ലേ? എല്ലാം സെറ്റ് ഫിനിഷ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. അപ്പോൾ കാണാം. ബൈ. നമ്മളെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിറങ്ങി ഇത് പുതിയ ലുക്കിലാണ് ആളിന്ന്. വീട്ടിൽ വിളിക്കുമ്പോ അറിയാം. ഇതാരാ? എന്താ നല്ല രസമുണ്ടല്ലോ. കൊള്ളാം. ആണോ? ആ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുറച്ചാലോ എന്ന് ആലോചിക്കുന്നു. അപ്പൊ വേറെ കുറച്ചും കൂടെ നല്ല ബാക്കൊക്കെ നൈസാണ്. അല്ല കുറച്ചും കൂടെ കുറയ്ക്കായിരുന്നു വേണമെങ്കിൽ. നിന്റെ അടുത്ത് ആദ്യം ഞാൻ കുറയ്ക്കാന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? അല്ല ഇത് രസമുണ്ട്. ഇത് എന്താ വെച്ചാ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നീ ഇന്ന് തിരിഞ്ഞേ ഇത്ര ദിവസം കണ്ട പോലെ അല്ല, വേറെ ആരെയോ പോലെ ഉണ്ട്. കൊള്ളാട്ടോ. ചിങ്കി ചിങ്കി ചിങ്കിച്ച. ഇത് കൊറിയൻ സ്റ്റൈലുണ്ട്. അതെ, അത് നാളെ അറിയാൻ പറ്റും. മുടി ഇത് ഹെയർ വാഷ് ചെയ്യുമ്പോ അറിയാം കൊറിയൻ സ്റ്റൈലൊക്കെ ഉള്ള സ്റ്റൈലാവും. ഒറ്റൊരു വാഷില് ഇന്ത്യൻ സ്റ്റൈലാവും, കേരള ലോക്കൽ സ്റ്റൈലാവും. നമ്മുടെ ഹെയർ കട്ട് കഴിഞ്ഞു. നമ്മുടെ അല്ല, ഇവളുടെ ഹെയർ കട്ട് കഴിഞ്ഞു. അത് എവിടെ പോകുന്ന അത് ഓടി ഓടി എനിക്കിങ്ങനെ മുടി ഇങ്ങനെ ഇളക്കി കളിക്കാൻ തോന്നുന്നില്ല. എന്നാ ഇതിലേ പോവാം. സോറി. അപ്പോൾ ഹെയർ കട്ട് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോവാ. അല്ലേ ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് എന്താ കഴിക്കുക? ഫുഡ് നമ്മൾ എവിടെന്നെങ്കിലും കഴിക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ചോറോ എന്തെങ്കിലും കഴിച്ചാലോ? ചോറ് കഴിക്കാൻ തോന്നുന്നു. മീൽസ് കഴിക്കാം. കുറെ ആയില്ലേ ബിരിയാണി കഴിച്ച് മടുത്തു. പരിപ്പ് കഴിച്ച് മടുത്തു. അതുപോലെ ബിരിയാണി കഴിച്ച് മടുത്തു. അപ്പൊ ഇന്ന് ചോറ് കഴിക്കാം. അല്ലാതെ പോവല്ലേ? ഒന്ന് ലുക്ക് സൈഡ് ലുക്ക് കൊടുത്തേ. ഓ കാറ് വരട്ടെ. പാർക്ക് സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇറങ്ങാണ്. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ കാർത്തിക വിലാസത്തിലെത്തി. ഫൈനലി നമ്മൾ അഗെയിൻ കാർത്തിക വിലാസം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കാർത്തിക വിലാസത്തിൽ. അതെ കുറേ ദിവസം ഇല്ലേ കാർത്തിക വിലാസം? ഇന്ന് കാർത്തിക വിലാസത്തിൽ ചോറ് കഴിക്കാൻ പോവാ. അല്ലേ? അതെ ഇപ്പൊ പേപ്പറായി കിട്ടാനില്ലെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോ ഫ്ലൈറ്റ് ആവും. ഗ്യാസ് തീരും. സാധനം കിട്ടൂല കേട്ടോ. ഓക്കെ, നമ്മളെ ചോറ് വന്നത്. ഇനി സാമ്പാറും കൂടെ. കാർത്തിക വിലാസത്തിലെ സാമ്പാറാണ് മെയിൻ. സാമ്പാറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാല്ലേ. ഫിഷ് അതെടുത്തു. അയില മങ്ങി. നല്ല ചൂട് കേട്ടോ അതിലേക്ക്. ഓക്കെ, സാമ്പാർ ചേട്ടാ. മോര് കറി. ഇവിടുത്തെ മോര് ഫുള്ള് ഇവള് പണ്ട് വരുമ്പോ തീർക്കാറുണ്ട്. അവരറിയാണ്ട് ആ ജഗ് ഫുള്ള് തീർക്കുമല്ലേ അതിന്. സാമ്പാർ. അല്ല
ഇവിടുത്തെ റൈസ് കഴിക്കുമ്പോ ഇല്ലേ പെട്ടെന്ന് വയറ് നിറയും. അതാണ് എനിക്കറിയില്ല. എപ്പോഴും ഞാൻ കുറച്ച് ഇവിടെ എന്ത് പുതിയ റെസ്റ്റോറന്റ് വരുന്നുണ്ട് കേട്ടോ. കാർത്തിക വിലാസിന്റെ ഫ്രണ്ടില് ഇത് കണ്ടോ, ഇന്റർലോക്ക് ഒക്കെ ഇട്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നല്ലൊരു വൈബ് സ്പോട്ട് പോലെ ആക്കുന്നുണ്ട്. നല്ല വെയില്, നല്ല വെയില്, സൂപ്പർ വെയില്. ഓട് 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 അമ്മേ, ഞാനിപ്പോ വീട് ഓടിക്ക ഓടിക്ക ഓടിക്ക. കുറച്ച് സമയം ഇരിക്കട്ടെ. അമ്മേ, നല്ല കാറ്റ്, തണുത്ത കാറ്റ്. ഈ മരത്തിന് മാവ് പൊത്തു. മാങ്ങ ഈ മാവില് ഫുള്ള് മാങ്ങ കേട്ടോ. മാങ്ങ പറിച്ചാലോ? ഇത് നോക്ക്, മാങ്ങ പറിച്ചാലോ? ഇവര് നമ്മളെ പൊക്കും മാങ്ങ പറിക്കാൻ നിന്ന. ആ വീട്ടിൽ നിന്ന് ആൾക്കാർ ഓടി വരും. നല്ല രസമല്ലേ? നല്ല വൃത്തിയുള്ള അതെ, കൂളായിട്ടുള്ള റോഡ്. ഇത് പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മളെ രാജഗിരി കോളേജിൽ നിന്ന് പുറത്തേക്ക് എക്സ്പ്രസ് വേയിൽ കേറുന്ന റോഡാണ്. ഗ്രീനറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, മഴക്കാലത്ത് നല്ല വൈബായിരുന്നു. ഒരു മഴ പെയ്ത് തോർന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ. അതെ, നല്ല വൈബായിരുന്നു അന്ന്. നേരത്തെ ഇതില് നേരെ നമുക്ക് ഡയറക്റ്റ് കേറി അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം ക്ലോസ് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ കറങ്ങി വരണം. നമ്മളിപ്പോ കാക്കനാടല്ലേ പോകുന്നത്? കാക്കനാട് പോണം. നമുക്ക് ഫിഷ് കിട്ടുമോ? കഴിഞ്ഞ തവണ നമ്മൾ 4 മണിക്കാ അവര് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞത്. എനിക്കറിയില്ല, ഈ പ്രാവശ്യം നമുക്ക് ചുമ്മാ പോയി നോക്കാം. ഫിഷ് കിട്ടുവാണെങ്കിൽ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീരും. ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പിന്നെയും നടക്കണം അല്ലേ? വൈകിട്ട് നമുക്ക് വേറെ പ്ലാൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞു, നോമ്പായതുകൊണ്ട് 4 മണിക്ക് തുറക്കുള്ളൂ കട ഓർമ്മല്ലേ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഒരു ഡൗട്ടില്ലാക്കില്ല. എന്തായാലും അതിലെ കൂടെ പോയിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഷ് വാങ്ങാം. ഇന്ന് പോയിട്ട് കാക്കനാട് മാർക്കറ്റിൽ നമ്മൾ ഫിഷ് വാങ്ങാൻ പോകുന്നു. അവിടെ പോയിട്ട് ഫിഷ് വാങ്ങിയിട്ട് കപ്പയും വാങ്ങിയിട്ട് വൈകിട്ട് നമുക്ക് കപ്പയും മീൻ കറിയും നോക്കാം. ഞാനും ആക്കിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ കപ്പയായിരിക്കും. നോക്കാം. നമുക്ക് ആക്ച്വലി വൈകിട്ടും കുറച്ച് പരിപാടി ഉണ്ട്. ഇന്ന് ഫുൾ ഡേ പോലെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കുറച്ച് സമയം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമ്മൾ പുറത്തിറങ്ങി ബാക്കിയുള്ള പ്ലാൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് രാത്രിയും പുറത്തുനിന്ന് കഴിക്കേണ്ട അവസ്ഥ വരില്ല നമുക്ക്. രാവിലെ ഉച്ചക്ക് ഇന്നലെ രാത്രി എല്ലാം പുറത്തുനിന്നായിരുന്നു. ഇനി പറ്റൂല കേട്ടോ, ഇനി രാത്രി നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ചിലപ്പോ കുറച്ച് സമയം ഉണ്ടാവും. നമ്മള് ഫ്ലാറ്റിലേക്ക് ഒരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ഓൾഡ് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, പഴയ ഫ്രിഡ്ജ്, അതൊന്ന് റീപ്ലേസ് ചെയ്യാന്ന് ഓർത്തിട്ട് വേറൊരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്തു. അപ്പൊ അത് 5-6 മണിക്ക് എന്തോ എത്തുന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ സമയം നമുക്ക് അത്ര വരെ നമ്മൾ ഇവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പൊ ആ സമയം കൊണ്ട് നമ്മള് കുക്കിങ്ങിന്റെ പരിപാടി എല്ലാം തീർത്തിട്ട് നമ്മള് ഫ്രീ ആയിട്ട് വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തു പോകാന്നാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് മീൻകടയില്ല. നമ്മൾ കാക്കനാട് മാർക്കറ്റിലാണ്. മീൻകട ഇല്ലാത്ത നമ്മള് മൂഞ്ചി. ചിക്കൻ വാങ്ങണോ? വേണ്ടായിരിക്കും അല്ലേ? അല്ലെ വൈകിട്ട് മീൻ കിട്ടുള്ളൂ. ഇനിയോ ചിക്കൻ കടയിൽ വന്നിട്ട് മീൻ വൈകിട്ട് ഇറക്കൂലേ? 4 മണി. ചിക്കൻ വാങ്ങാ. നിങ്ങളെ വ്ലോഗ് എടുക്കാം. ഞങ്ങൾ കട ഫേമസ് ആക്കാൻ പോവാ. ഞങ്ങൾ എല്ലാരും കാണിക്കാൻ പോവും. എന്താ അവിടിച്ചോ മൈ ഗിഫ്റ്റ്. ക്യാരറ്റും കുക്കുംബറും വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനും കൂടെ വാങ്ങിയിട്ട് പോവാം. നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ നോക്കിയത് ഫ്രൂട്ട്സ് കടയിൽ ആളില്ല. നമുക്ക് ചിക്കനും കൂടെ ഒരു 3/4 കിലോ വാങ്ങിയിട്ട് എടുത്താ. ഓക്കെ, എന്താ മുടിയൊക്കെ കുറച്ച് ലുക്കായിട്ട് നിൽക്കുന്നുണ്ടോ? സൺഗ്ലാസ് 3/4 കിലോ ചെസ്റ്റാണ്. കുറച്ച് ബീഫ് വാങ്ങിയിട്ട് കപ്പയും വാങ്ങിയിട്ട്. ബീഫൊക്കെ അറിയോ? എനിക്കും അറിയില്ല. പക്ഷേ ഇന്ന് നോർമലി ഈവനിങ് ടൈമാണ് ഇവിടെ തിരക്ക് കൂടുതലുണ്ടാവുക മാർക്കറ്റിൽ. ഈ സമയത്ത് തിരക്ക് കുറവായിരിക്കും. നോമ്പായതുകൊണ്ട് തിരക്ക് കുറവാന്ന് തോന്നും. ഇനിയിപ്പോ നോമ്പ് തുറക്കാണ്ടാരും പുറത്തിറങ്ങില്ല. അതെ, പുറത്തിറങ്ങൂല. നമുക്ക് നോമ്പ് തുറക്കാൻ പോയതുകൊണ്ട് നമുക്ക് ഇതും കിട്ടിയില്ല, ഫ്രൂട്ട്സും കിട്ടിയില്ല. അവിടെ ആളില്ല. നമ്മളെ ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ് എല്ലാം വാങ്ങി. ഫാമിലി ഗോൾസ് ആണ് ഇതൊക്കെ. ഓരോ ദിവസവും ഫാമിലി ഗോളാണ് നമുക്ക്. എന്നുമില്ല അല്ലേ? എന്നുമില്ല. സാറ്റർഡേ സൺഡേ വിട്ടാ പിന്നെ നമ്മൾ ഫാമിലി ആവുന്നത്
എപ്പോഴാ? അടുത്ത സാറ്റർഡേ സൺഡേ. നമുക്ക് അപ്പം മാത്രം സമയം കിട്ടുന്നുള്ളൂ ഫാമിലി ഗോൾ ആവാൻ. ഫാമിലി ഗോൾസ് അടിക്കാൻ വേണ്ടിട്ട്. അതെ, പോവാം. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോവാ, കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് ആക്കി തുടങ്ങുക. കുറച്ച് ഫുഡൊക്കെ ആക്കാനുണ്ട്, അതൊക്കെ ആക്കി വെച്ചിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി റെസ്റ്റ് ചെയ്തിട്ട് ഉറങ്ങണ്ട, കുറച്ചു നേരം അതെ മതിയാവുന്നില്ല, ഉറക്കം മതിയാവുന്നില്ല കേട്ടോ. ഇപ്പൊ ഭയങ്കര സീനാണ്. അതിന് ചേട്ടായി ഉറങ്ങുന്നത് 1 മണിക്കോ 2 മണിക്കോ എന്തോ. ഞാൻ 12, 12:30, 1 മണി ആ സമയത്താണ് ഉറങ്ങുന്നത്. പക്ഷെ രാവിലെ 8:30, 9 മണിക്കൊക്കെ എണീക്കുമ്പോ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു ലൈഫില്ലേ, ഈ ബിഗ് ബോസ് ലൈഫ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു ടാസ്ക് കഴിഞ്ഞ് അടുത്ത ടാസ്ക് കൊടുക്കുന്ന പോലെ അതേ ഒരു ഫീലാണ്. നിങ്ങൾക്ക് സ്പീഡിലാ പോകുന്നത്. ടാസ്ക് ഇപ്പൊ കൊറേ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഇനി ബൈക്ക് വാഷ് ചെയ്യാനുണ്ട്, ഇനി പോയിട്ട് ഈ ഫുഡ് ആക്കാനുണ്ട്, 2 ദിവസത്തേക്കുള്ള ഫുഡ് ആക്കി വെക്കാനുണ്ട്, വാഷിനിടാനുണ്ട്. ഞാൻ വാഷിനിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് നിറഞ്ഞു തുണി. നമ്മള് കൊറേ സ്ഥലത്ത് കൊറേ കാര്യങ്ങൾ ചെയ്യുന്നോണ്ടാന്ന് തോന്നുന്നു ഇതെല്ലാം ഇങ്ങനെ കൂടുന്നത് പണി. ഫ്രൂട്ട്സ് വാങ്ങട്ടെ കേട്ടോ. ഓറഞ്ച് എടുത്തു, പക്ഷെ ഈ കാണുന്ന ഓറഞ്ച് അല്ല എടുത്തത്, മുസമ്പിയുടെ അപ്പുറത്ത് കാണുന്ന മുസമ്പി പോലത്തെ ഓറഞ്ചാണ് നമ്മൾ എടുത്തത്. അത് നല്ല മധുരം ഉണ്ടാവും പറഞ്ഞ, നമുക്ക് പോയിട്ട് കഴിച്ചു. അതൊന്ന് സ്കാനർ വരും, കിട്ടും. സൂം ചെയ്താൽ മതി. കിട്ടി. 270. എന്താ നമ്മള് ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അല്ലാതെ റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ചിട്ടല്ലേ വന്നത് നമ്മള്. ലഞ്ച് കഴിച്ചിട്ടാ വന്നത്. ക്ലീനിങ് പരിപാടി, നമ്മള് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യണ്ടോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് എല്ലാം ഒന്ന് കഴിഞ്ഞു. തുടങ്ങി ഓൾമോസ്റ്റ്. ഒരു വെറൈറ്റി ആയിട്ടുണ്ടോ, വേറെ ലുക്കാ, വേറെ ആരെയോ കാണുന്ന പോലെ ഉണ്ട്. സൺസെറ്റ് നോക്കൂ. സെറ്റ് ആയി വരുന്നുള്ളൂ കേട്ടോ. അടിച്ചു കയറുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ്സില് അത് ശരിക്കും സൺസെറ്റിന്റെ വ്യൂ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റും. നമുക്ക് സൺസെറ്റ് കണ്ട് ചായ കുടിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ പണി ഓൾമോസ്റ്റ് ഒതുക്കി വെച്ചു. അപ്പൊ ഒരു ചായ കുടിക്കാൻ നിർത്തിട്ട് നോക്കിയപ്പോ പാലില്ല. അപ്പൊ പാല് വാങ്ങാൻ നോക്കിയപ്പോ പാല് ഒറ്റയ്ക്ക് വാങ്ങാൻ പറ്റുന്നില്ല. കുറെ സാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥ. എന്താണ്, നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വെറുതെ ഇനി അതിനു വേണ്ടി വാങ്ങണ്ടല്ലോ ഓർത്തിട്ട് നമ്മള് സ്നാക്സ് എന്തെങ്കിലും നോക്കി വന്നപ്പോ ലാസ്റ്റ് നമ്മൾ കം അപ്പ് വിത്ത് ബർഗർ കിങ്. നമ്മള് ബർഗർ കിങ് ആയിരുന്ന ജങ്ക് ഫുഡിലേക്ക് എത്തി. ജങ്ക് ഫുഡ് നമ്മള് കോക്ക് ഓർഡർ ചെയ്ത്, ബർഗർ കിങ്ങിൽ നിന്ന് ബർഗർ ഓർഡർ ചെയ്ത്, ഒരു മീൽ ഓർഡർ ചെയ്ത്. ഇതിനകത്ത് ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ആ പെരി പെരി ടാങ്കി അതിന്റെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ടാങ്കി ഇത് പെരി പെരി ഇത് ഫ്രൈസിലൂടെ ഒരു ചെറിയൊരു ബർഗറും കൂടെ ഉണ്ട് കേട്ടോ. ഒരു സ്മോൾ ബർഗർ. ഇത്രയും മതി നമുക്ക്. സത്യം അതെ, അതുകൊണ്ട് നമ്മൾ ഒരു പണി നടക്കാറില്ല ഈ സോഫയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. മാത്രം എന്തെങ്കിലും പണി നടക്കുള്ളൂ. ഇന്നും ആ സോഫയിൽ ഇരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് കഴിച്ചിട്ട് അടുത്ത പണി നമുക്ക് ചെയ്യാം. ഈ സൺലൈറ്റ് അടിക്കുമ്പോ ഇറ്റ് ലുക്സ് നൈസ്. മുകളില് ലൈറ്റ് ഓറഞ്ച്, താഴേക്ക് കുറച്ച് ഡാർക്ക് ഓറഞ്ച്, താഴേക്ക് നല്ല ഡാർക്ക് റെഡ്. ഓൺ ദ പോയിന്റ് ഞങ്ങൾ കൂടുതൽ കോപ്പൊന്നും കുടിക്കാറില്ല. ഇപ്പൊ തന്നെ ഞാൻ കുടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 year ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ ചായക്ക് പാലില്ല, അതുകൊണ്ട് മാത്രമേ ഇത് വന്ന് ഇതൊരു മീലായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുന്നു. എന്തെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞ് കുടിക്കുന്ന കേട്ടോ. മീനും ചെറിയ ബർഗറാ വന്നേക്കുന്ന. കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്തപ്പോ വലിയ ബർഗർ. മീലായിട്ട് ഓർഡർ ചെയ്യുമ്പോ ഇതാണ് പ്രശ്നം. ലാസ്റ്റ് ടൈം വാങ്ങിയപ്പോൾ 2 ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് നല്ല സ്പൈസി ആയിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് അതേ രണ്ടാമത്തെ സ്പൈസി അല്ലാത്ത നോർമൽ ആയിരുന്നു. അതില് മയോ ഇങ്ങനത്തെ മയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്ര ടേസ്റ്റി അല്ല. ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. നമുക്കിപ്പോ ഈ ഇടയായിട്ട് ഒരു 1 week ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഹാബിറ്റ് ആണ് ഇത്. വൈകിട്ട് ഇങ്ങനെ ബർഗർ പിസ്സ ഒക്കെ വാങ്ങി കഴിക്കുക ചായക്കുള്ള ദിവസം. ചായന്റെ ടൈം ആവുമ്പോൾ നമുക്ക് വിശക്കുന്നു എന്നൊരു തോട്ട് വരും. അപ്പൊ നമ്മൾ ഇതുപോലത്തെ പിസ്സ ബർഗർ ഈ സാധനം റിപ്പീറ്റ് ആയിട്ട്, ഇന്ന് പിസ്സ ആണെങ്കിൽ നാളെ ബർഗർ, അങ്ങനെ മാറ്റി മാറ്റി കഴിക്കുന്നത് ഒരു നല്ല ശീലമല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്കും മാറ്റിയേക്കാം. കഴിക്കും.
ലുക്കായിട്ടുണ്ട്. ഡിലുലു പോലെ ഉണ്ട്. ഡിലുലു 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 ഡിലൂഷൻ. അതുപോലെ തന്നെ എന്തോ ഒരു വേറെ ലുക്കിലായിട്ടുണ്ട്. ഞാൻ തന്നെ വേറെ ആളെ കാണുന്ന പോലെ ഉണ്ട് കേട്ടോ എനിക്ക്. സൺ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ക്ലീനിങ് പരിപാടിയിലേക്ക് പിന്നെയും കയറുന്നു ഗൈസ്. അപ്പോൾ അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ക്ലീനിങ് ഉണ്ട്. അങ്ങ് റൂമൊക്കെ അടിച്ചു വരാനുണ്ട്, തുടയ്ക്കാനുണ്ട്, ടോയ്ലറ്റ് കഴുകാനുണ്ട്, ഇഷ്ടംപോലെ പണിയാണ് ഗൈസ്. അതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് ജയന്ത് ആൻഡ് ഫാമിലി വരുന്നുണ്ട്, പിന്നെ സുമിത്തും വരുന്നുണ്ട്. അവർ വിളിച്ചിട്ടുണ്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് വന്നിട്ട് ഈവനിങ് വൈബാക്കാമെന്ന് ആലോചിച്ചു. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മുടെ സെറ്റ് ഓഫ് പ്ലാൻ. 2 പ്രാവ് ഈ AC-യുടെ ഈ ഇൻവെർട്ടറിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറത്തി വിട്ടത് പറന്ന് പോയി. ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ? ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാവ് വന്ന് ഇവിടെ ഇരിക്കാറുണ്ട് കേട്ടോ. ഈ സൈഡിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവ് വന്നിട്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മുട്ട എടുത്ത് നമ്മൾ കളഞ്ഞു. അല്ലെങ്കിൽ അത് ഇവിടെ കൂടാക്കിയിട്ട് ഇവിടെ ഫുള്ള് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ടൈം ബോഗനായിരുന്നു വന്നത്. ഇപ്പോൾ വേറെ പുതിയൊരു ഫ്ലവറും കൂടെ വന്നിട്ടുണ്ട്, ബ്ലൂ കളർ ഫ്ലവർ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇത് നമ്മൾ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ ഈ മിറാക്കിൾ ഫ്രൂട്ടൊക്കെ കുറേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പുതിയ റോസ് വരുന്നുണ്ട്. ഇതാ റോസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗാർഡൻ, കുഞ്ഞു ഗാർഡൻ്റെ അവസ്ഥ. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, നല്ല സൺസെറ്റും നല്ല ഈവനിങ് വൈബാണ്. സോ ഗൈസ്, ഫൈനലി നമ്മുടെ ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് വന്നു, അവർ കൊണ്ടുവന്ന് വെച്ചു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫ്രിഡ്ജ്. ഏതാ? സാംസങ്ങിൻ്റെ ഡബിൾ ഡോർ. കണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കളറും ഇഷ്ടപ്പെട്ടു. കളർ ഏതാണെന്നറിയോ? അതെ, ഇതൊരു ബ്ലാക്ക് ലക്സ് എന്ന് പറഞ്ഞ ഒരു കളറാണ്. കൺവേർട്ടബിൾ ഫ്രീസറാണ് ഇത്. ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇവർ വന്നിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഓൺ ആക്കിയിട്ടില്ല. ഇത് ഓണാക്കണമെങ്കിൽ നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ഓണാക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ 8 hours കഴിഞ്ഞ് നമുക്ക് ഓണാക്കാം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ചുമ്മാ വെക്കാനേ പറ്റുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ വണ്ടിയിൽ കൊണ്ടുവന്നുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഗ്യാസിൻ്റെ എന്തൊക്കെയോ പറഞ്ഞ ആൾ ഗ്യാസ് ഇപ്പോൾ ഇങ്ങനെ മിസ്പ്ലേസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് സ്റ്റേബിൾ ആയിട്ട് വേണം നമ്മളിത് ഓണാക്കി വെക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ തുടങ്ങാൻ പോവുക. നമ്മളെ പിള്ളേരെ വിളിച്ചിട്ടുണ്ട്. അവർ വൈകിട്ട് ഞാൻ വിളിച്ചാൽ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ വരണം എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു. ഒന്ന് വിളിച്ച് പറയണം. ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജ് ഒന്ന് വന്നിട്ട് ഇതൊന്ന് സൈഡായിട്ട് അവരെ വിളിക്കാമെന്നാണ് ഓർത്തത്. അപ്പോൾ ഇനി നമ്മൾ അവരെ വിളിക്കാം. ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് കുളിക്കണം. ഒന്ന് കുളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് അങ്ങനെ നമുക്ക് ഫുഡ് ആക്കാമെന്നാണ് പ്ലാൻ. ഒരു ചിക്കൻ കറി ആക്കാം. ബാക്കി പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എന്താ ചപ്പാത്തി ആക്കാന്ന് ഓർത്ത് അതിനൊന്നും ഇനി സമയം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നമ്മൾ വയ്യാണ്ടായി. അതെ, കുളിക്കാം. കുളിച്ചിട്ട് നമ്മള് കുക്കിംഗ് തുടങ്ങാം. അല്ലാതെ ഗൈസ്, അതെ എന്താ എന്താ ചെയ്യുന്നേ? ഷെഫ്. നമ്മുടെ ചിക്കൻ കറി റെഡി ആവുന്നു. അല്ലാതെ കൊറിയൻ ഷെഫാണ് ടുഡേ. ഇന്ന് ഹെയർ കട്ടൊക്കെ ചെയ്തപ്പോ കൊറിയൻ ലുക്ക് വന്നിട്ടുണ്ട്. വേർത്തപ്പോ ലുക്ക് പോയിട്ടുണ്ട്. ലുക്ക് പോയി വേറെ ലുക്കിലൊക്കെ. യെസ്, ഓക്കെ. ഇവര് വന്നോ? ഇത്രയും പെട്ടെന്ന് 9 മണിക്ക് ഇറങ്ങുന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ചിക്കൻ കറി ആക്കുന്ന ഓർഡർ ചെയ്തതായിരിക്കും. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡറാ വന്നത്. അതി ഓക്കെ. ഒരു 10 പേരേലും വന്നിട്ടുണ്ടോ? ഓരോ പാല് വേണമെന്ന് പറയുമ്പോ ഒരെണ്ണം ഓർഡർ ചെയ്യൂ. എന്നിട്ട് സ്നാക്സ് വേണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്ന് ഓർഡർ ചെയ്യൂ. എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവര് 5 പേരുള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു കുക്കറിലാണ് ഇന്ന് ആക്കുന്നത്. നമ്മുടെ വലിയൊരു പോട്ട് നമ്മൾ തവ അല്ലേ? തവ അല്ലോ, വലിയൊരു നോൺ സ്റ്റിക് തവ അല്ല, അതിന്റെ പേര് കടായി. അപ്പൊ നമ്മളെ വലിയൊരു കടായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വന്നിട്ട് നമുക്ക് അത്ര വലുതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് നമ്മളിപ്പോ
കുക്കറിലാണ് ആക്കുന്നത്. അത് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ വേറൊന്ന് ഓർഡർ ചെയ്യാന്ന് ഓർത്തു, അത് സെറ്റ് ആയില്ല. പിന്നെ ഹോം സെന്ററിൽ പോവാന്ന് ഇപ്പൊ പ്ലാൻ ചെയ്തു. അല്ല അത് പോയി വാങ്ങാന്ന് വിചാരിച്ചു. ലുലുലോ എവിടെയും പോയിട്ട് ഹൈപ്പറിലോ അല്ലെങ്കിൽ ഹോം സെന്ററിലോ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ചിക്കൻ കറി ആക്കി. ചിക്കൻ കറി ആക്കാൻ വേണ്ടി സവാള നമ്മള് ഇതെന്താ ചെയ്യുന്നത്? സവാള ഇതൊരു ബ്രൗൺ അല്ല, ഒരു ഗോൾഡ് കളർ ആവണം. ഇത് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇവിടെ ഇതില് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ട്, ഇവിടെ കുറച്ച് ഗ്രേപ്സ് ഉണ്ട്, നമുക്ക് റിഫ്രഷ്മെന്റിന് കഴിക്കണം. അപ്പൊ ഇതിങ്ങനെ ആക്കിയിട്ട് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. ചിക്കനിൽ മസാലയൊക്കെ ആക്ച്വലി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഓ ഷെഫ് അല്ലേ? മറ്റേ യൂട്യൂബ് ചാനലിൽ പഠിപ്പിച്ച പോലെ തന്നെ ഞാൻ പറയുന്നത്. ഇപ്പൊ അവരെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവര് 9 മണിക്ക് ഇറങ്ങാന്നാ പറഞ്ഞ. ഓക്കെ ഷെഫ് എന്തായി? എവിടം വരെ എത്തി? ഓ ഇതെന്താ വേറെ ലെവലാണല്ലോ. മസാല നല്ല രസമുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. പക്ഷെ അത് ഈ മസാല കാണാൻ നല്ല രസമുണ്ട്. എന്തോ ഒരു അന്ന് പൂമണിയുടെ അവിടെ പോയപ്പോ ഒരു തമിഴ്നാട് ചിക്കൻ കറി കഴിച്ചില്ലേ, അതുപോലെ ഒരു മസാല ആയിട്ടുണ്ട്. ആണോ? ഓ ദം 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 മറ്റേത് ഇത് അതാ ദം ഇടുന്നത്. അതങ്ങനെ പറയാ, ദം ഇട. ദം ബിരിയാണി എന്ന് പറയുന്നത് എന്താ? ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇടുന്നതാണ് ദം ബിരിയാണി. പാത്രത്തിന്റെ മുകളിൽ മൂടി വെച്ച് അടയ്ക്കുക. അതുപോലത്തെ ഒരു മൂടി വെച്ച് അടയ്ക്കും. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് പോകാണ്ടിരിക്കാൻ ഇങ്ങനെ മൈദ കുഴച്ചിട്ട് മാവാക്കിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ വെയിറ്റ് എടുത്ത് വെക്കും. വീഡിയോയില് കണ്ടിട്ടുണ്ട്. എന്താ പാട്ടൊക്കെ പാടുന്ന വൈബായോ? ഈ പാട്ടിനല്ലേ ഡാൻസ് കളിച്ച നമ്മള്? നീ നീക്കി മുട്ടക്കാലക്കി. ആ വ്ളോഗ് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നു ഒന്ന്? കാണാ. നല്ല കോമഡി വ്ളോഗ് ആയിരിക്കും കേട്ടോ. നമ്മള് എന്താ മോനെ സുമിത്ത് എത്തിയിട്ടുണ്ട്. ഫുള്ള് സീന മോനെ, പബ്ജി ആണ് ആള്. വനുവാ നമ്മളെ ജയന്തു ശാലിനി എത്തിയിട്ടുണ്ട്. വെൽക്കം ഗായ്സ്. ഓ യൂണക്കാർഡൊക്കെ എടുത്തിട്ടാണ് വന്നത്. ചിക്കൻ സ്മെല്ലുണ്ടോ? വിശക്കുന്നാ? ഓക്കെ, നമ്മളെ ജയന്ത് സുമിത്ത് എല്ലാവരും വന്നു. ഇനി നമ്മള് കുറച്ചു നേരം ഇവിടെ നിന്ന് വൈബാക്കാൻ പോകട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോകും. അത്രേ ഉള്ളൂ ഗായ്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാല്ലേ? അടുത്ത വീഡിയോയിൽ കാണാല്ലേ? അപ്പൊ ഞങ്ങൾ കുറച്ച് കാർഡ്സ് ഒക്കെ കളിക്കാൻ പോവാ, ഫുഡ് കഴിക്കാൻ പോവാ. അപ്പൊ യെസ്, ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇന്നത്തെ ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ ഗൈസ്.